ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാഥാസ് കലാഹട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വരാലും മാങ്ങയും കറിയാണ്. തേങ്ങയൊക്കെ അരച്ച് നല്ല പുളിപ്പുള്ള മാങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണിത്. വരാൽ എന്ന മീന് ബ്രാൽ എന്നൊരു പേരും കൂടിയുണ്ട്. പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ കുട്ടനാടാണ് വീട്. വരാലും ചെമ്പല്ലിയും കാരിയൊക്കെ ഇവിടെ ചൂണ്ടയിടുമ്പോൾ ലഭിക്കുന്ന മീനുകളാണ്. നന്നായി ചാരമൊക്കെ ഇട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന വരാലും കാരിയും ചെമ്പല്ലിയുമാണിത്. ഇതിൽ നിന്നും കാരിയും ചെമ്പല്ലിയും ഒക്കെ വറക്കാനായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ വരാല് മാത്രമായിട്ട് എടുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. ഇതിൽ നിന്നും വരാല് മാത്രം എടുത്ത് നന്നായിട്ട് മുറിച്ച് ഇതുപോലെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരാലും മാങ്ങയും കറി വെക്കുക നോക്കാം. ആവശ്യമായ ചേരുവകൾ: ആദ്യമേ തന്നെ 2 ചെറിയുള്ളിയും 5-6 പച്ചമുളക് നെടുകെ പിളർന്നതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങ തിരുമ്മിയത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ആ 1 മുറി തേങ്ങ തിരുമ്മിയത് നമുക്ക് ഇടാം. അതോടൊപ്പം തന്നെ ഈ 2 അല്ലി ചെറിയുള്ളിയും അതുപോലെ തന്നെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2.5-3 സ്പൂൺ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇവിടെ എടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചിലയിടങ്ങളിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇവിടെ അല്പം മല്ലിപ്പൊടി ചേർത്താണ് ഞങ്ങൾ കറി വയ്ക്കാറുള്ളത്. നമുക്കിനി ഇത്രയൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഇത്രയൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഈ കുഴുവിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡിലുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് സ്പൂൺ വെച്ചൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ ഈ കൂട്ട് അരച്ച് എടുത്തിരിക്കുന്നത്. തേങ്ങ, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, ഇത്രയും ചേർത്താണ് നമ്മൾ ഈ കൂട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം, ഇത്ര ഒരു കട്ടിക്ക് വേണം നമുക്കിത് അരച്ചെടുക്കുവാൻ. തീരെ അങ്ങ് പേസ്റ്റായി പോകരുത്. ഇനി നമുക്ക് വേണ്ടത് പുളിയുള്ള നല്ല പച്ച മാങ്ങയാണ്. ഇനി നമുക്ക് ഈ പച്ച മാങ്ങ ഭാഗികമായി തൊലിയൊക്കെ ചെത്തി ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി നമ്മൾ മീനിലേക്ക് ചേർക്കാം. ഇനി നമ്മളിവിടെ ചേർക്കാനായിട്ട് പോകുന്നത് ഉപ്പാണ്. ഇത്ര നേരം നമ്മൾ ഉപ്പ് ചേർത്തില്ല. നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കരിവേപ്പില, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് അത് ചേർക്കുന്നു. അതോടൊപ്പം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളമൊഴിച്ച് ആ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോഴും നമ്മുടെ കൂട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് നമ്മൾ മിക്സ് ആക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ മീൻ ഇളക്കും തോറും മീനിൻ്റെ ഉളുമ്പ് ഇറങ്ങി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. ഇത്ര അളവിലാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിരിക്കുന്നത്. മീൻ ചട്ടിയിൽ മീൻ കറിക്ക് ആവശ്യമായ എല്ലാ ചേരുവകളും ചേർത്ത ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് മീൻ ചട്ടി ഒന്ന് അടച്ച് വെക്കാം. ആദ്യമേ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നല്ല തീയിൽ തന്നെ മീൻ കറി ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മീൻ കറി തയ്യാറാക്കുന്നത്. ഇടയ്ക്ക് ഞാൻ മീൻ കറി ഒന്ന് തുറന്ന് കാണിക്കുകയാണ്. നമ്മൾ അഥവാ ഇത് ഇളക്കണമെന്ന് നമുക്ക് തോന്നിയാൽ പോലും ചട്ടിയുടെ വശങ്ങളിൽ പിടിച്ച് മാത്രം ചെറുതായിട്ടൊന്ന് ചുറ്റിക്കുകയോ ഇളക്കുകയോ ചെയ്യാം. അല്ലാതെ നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കാൻ നിൽക്കരുത്. ഇപ്പോൾ മീൻ കഷ്ണമൊക്കെ വെന്ത് മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി തയ്യാറായി അടുപ്പത്ത് നിന്ന് വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലയും വിതറുന്നത്. ചോറിന് കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം ധാരാളമാകും. വരാലും മാങ്ങയും തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ മത്തി മാങ്ങയും അയലയും മാങ്ങയും അങ്ങനെ ഏത് മീനും നമുക്ക് മാങ്ങയിട്ട് കറി വയ്ക്കാം.
ഈ മീൻ കറി റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി.